സ്കിൻ കെയർ റുട്ടീൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്തവർ ഇന്ന് വളരെ ചുരുക്കമാണല്ലേ. പല യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും അവരവരുടെ സ്കിൻ കെയർ റുട്ടീൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി പങ്കുവെക്കുകയും പലരും അത് അനുകരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന കുറച്ചു പേർക്കെങ്കിലും ഉള്ള പ്രശ്നങ്ങൾ കൂടുകയോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നീരജ എസ് കർത്ത. ഞാൻ മിത്തേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ചർമ്മ പരിചരണ ദിനചര്യ അഥവാ സ്കിൻ കെയർ റുട്ടീൻ. ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ. സ്കിൻ കെയർ റുട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായ ഒരു ചർമ്മം കിട്ടാനായിട്ടാണ്, ഒരിക്കലും അത് വെളുപ്പിക്കാനല്ല. കാരണം ഹെൽത്തി സ്കിന്നും ഫെയർ സ്കിന്നും ഒന്നല്ല. ഞാൻ ഒന്നോട് ആവർത്തിക്കട്ടെ, ഹെൽത്തി സ്കിൻ ആൻഡ് ഫെയർ സ്കിൻ ആർ നോട്ട് ദ സെയിം. ഈ ഫെയർനെസ് തേടിയുള്ള യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് മുതലേ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കുറെ പരസ്യങ്ങളും പോസ്റ്ററുകളും ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുത്താലും 3 ദിവസത്തിനുള്ളിൽ വെളുക്കും അഥവാ 7 ദിവസത്തിനുള്ളിൽ വെളുക്കും എന്ന് അഡ്വർടൈസ് ചെയ്യുന്ന ഒത്തിരി യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഫെയർനെസ് മാത്രമാണ് സൗന്ദര്യത്തിന്റെ പര്യായം എന്ന തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ പറഞ്ഞറിഞ്ഞു മെഡിക്കൽ ഷോപ്പിൽ പോയി ഓവർ ദ കൗണ്ടർ ക്രീംസ് മേടിച്ച് ഉപയോഗിച്ച് സ്കിന്ന് വളരെ മോശമാക്കി പേഷ്യൻസ് വരാറുണ്ട്. മേൽ പറഞ്ഞ യൂട്യൂബേഴ്സിനെയും സെലിബ്രിറ്റീസിനെയും അവരവരുടെ സ്കിൻ ടൈപ്പ് അറിയാതെ കണ്ണടച്ച് വിശ്വസിച്ച് അവരുപയോഗിക്കുന്ന സിറംസും ക്രീംസും എല്ലാം തേച്ചും വളരെ മോശം സ്കിന്നായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ എന്താണ് എന്നറിഞ്ഞിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രധാനമാണ്. നമ്മൾ ഈ സ്കിൻ ടൈപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം എന്താണ് ഈ സ്കിൻ ടൈപ്പ്? നിങ്ങൾക്ക് ഇതിൽ ഏത് സ്കിൻ ടൈപ്പാണുള്ളത് എന്നെങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മുഖം ആദ്യം ഒരു ജെന്റിൽ ക്ലെൻസർ കൊണ്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചർമ്മം നല്ല വരണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ടൈപ്പാണ്. നിങ്ങളുടെ ടീ സോൺ, അതായത് നെറ്റിയും മൂക്കിന്റെ ഭാഗവും കുറച്ച് എണ്ണമയത്തിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ഇനി നിങ്ങളുടെ കവിളുകളും ഇതിന്റെ കൂട്ടത്തിൽ എണ്ണമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ടൈപ്പാണ്. ഇനി ഈ വിഭാഗത്തിൽ പെടാത്തൊരു ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് നോർമൽ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് മാത്രമല്ല നോക്കുന്നത്, ആ വ്യക്തിയുടെ പ്രായം, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ കാലാവസ്ഥ, ഓൾറെഡി പ്രശ്നങ്ങളുള്ള ചർമ്മമാണോ, അതായത് മുഖക്കുരു പോലത്തെ പ്രശ്നങ്ങളുള്ള ചർമ്മമാണോ, ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാലേ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇപ്പം പലരുടെയും കയ്യിൽ നമ്മൾ പല അഡ്വർടൈസ്മെന്റ് കണ്ടും അല്ലെങ്കിൽ വീഡിയോസും കണ്ടും കുറെ ഫേസ് സിറംസ് കാണും, ഡേ ക്രീം കാണും, നൈറ്റ് ക്രീം കാണും. അപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. ആ ക്രമം പാലിച്ചില്ലെങ്കിലും നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഗുണത്തിനേക്കാൾ ദോഷമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ മുഖം ഒരു ഫേസ് വാഷ് കൊണ്ട് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ പുരട്ടുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ പുരട്ടണം. ഈ സമയത്ത് പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഞാൻ വെയിലത്ത് ഇറങ്ങുന്നേയില്ല, അല്ലെങ്കിൽ ഞാൻ വളരെ കുറച്ച് നേരം മാത്രമേ വെയിൽ കൊള്ളുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വെയിലത്ത് ഇറങ്ങുമ്പോൾ ചുമപ്പോ തടിപ്പോ ചൊറിച്ചിലോ ഒന്നും തന്നെ എനിക്ക് വരുന്നില്ല, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സൺസ്ക്രീൻ ഉപയോഗിക്കണമോ? ഉത്തരം ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. കാരണം UV രശ്മികൾ നമ്മുടെ ചർമ്മത്തിൽ പതിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെ ഏറ്റവും ഫലപ്രദമായി ബ്ലോക്ക് ചെയ്യുന്നത് അഥവാ ഇല്ലാതാക്കുന്നതാണ് സൺസ്ക്രീൻ. 25 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആൺപെൺ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ. അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായ ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ സമീപിക്കുക. മഴയൊഴികെ എല്ലാ ദിവസവും നമ്മൾ റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതും വെയില് പതിയുന്ന സ്ഥലങ്ങൾ, മുഖം, കഴുത്ത്, പിന്നെ സ്ലീവ് അനുസരിച്ച് നമ്മുടെ കൈകൾ, എല്ലാ ദിവസവും നമ്മൾ സൺസ്ക്രീൻ പുരട്ടണം. വെളിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ മിനിമം 15 മുതൽ 20 മിനിറ്റ് മുൻപേ വരെ സൺസ്ക്രീൻ പുരട്ടണം. നമ്മൾ ഇതൊക്കെയാണ് ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചിലവർക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഫേസ് സിറംസ് കാണും, ടോണർ ഉപയോഗിക്കുന്നവരുണ്ടാകും, വേറെ ക്രീംസ് ഉപയോഗിക്കുന്നവരുണ്ടാകും. അപ്പം ഇവർക്കുള്ള സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്നും കൂടെ ഞാൻ പറയട്ടെ. അപ്പം ആദ്യം നമ്മൾ മുഖം ഒരു ഫേസ് വാഷ് കൊണ്ട് കഴുകിയതിന് ശേഷം ടോണർ, റോസ് വാട്ടർ പോലുള്ള ടോണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതാദ്യം ഉപയോഗിച്ച് മുഖം ക്ലീൻ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈറ്റമിൻ സി സിറംസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പം ഒത്തിരി ഉണ്ട്.
അപ്പം അങ്ങനെ ടോണർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സിറം ഉണ്ടെങ്കിൽ അതാണ് അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ലേപനങ്ങൾ, അതായത് നിങ്ങൾക്ക് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ തന്നിരിക്കുന്ന ക്രീം ഈ സിറം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ വേണം, അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ. പിന്നെ നിങ്ങൾ ഏതെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് ആയിട്ടുള്ള കോമ്പാക്ട് ഫൗണ്ടേഷൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീനിൻ്റെ മുകളിലായിരിക്കണം അങ്ങനത്തെ പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പിന്നെ ഒരു സംശയം വരുന്നതാണ്, ഇതെല്ലാ ദിവസവും ഇത്ര ഇലാബറേറ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യണോ, അതോ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് മതിയോ? അപ്പം ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ചർമ്മത്തിൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ തന്നെ മതിയാകും. ഇതിലെല്ലാത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ തന്നെയാണ്. ഈ പറയുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാം ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെയും അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയും നിങ്ങളുടെ പ്രായത്തിനെയും എല്ലാമാണ് അത് തീരുമാനിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ജെൻഡർ ബേസിസിലല്ല നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. എന്നാൽ മനസ്സിന്റെ മാത്രമല്ല ശരീരത്തിൻ്റെയും കൂടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ പ്രശ്നമുണ്ടെങ്കിലും ചിലപ്പോൾ ഏറ്റവും ആദ്യത്തെ വ്യത്യാസം വരുന്നത് നമ്മുടെ ചർമ്മത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളുടെ ചർമ്മത്തിനെ പരിപാലിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വളരെയധികമുണ്ട്. അതുപോലെ നമ്മൾ ഒരാളെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. അതായത് നമ്മളിപ്പം ഒരാൾ ഒരു ക്രീം ഉപയോഗിച്ച് ഫലപ്രദമായാൽ നമ്മളും അതേ ക്രീം ഉപയോഗിച്ച് അതേ ഗുണം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുപോലെ ഒരു ഡോക്ടറിനെ കാണാതെ ഓവർ ദ കൗണ്ടർ ലേപനങ്ങൾ, അതായത് ക്രീംസോ എന്താണെങ്കിലും ജെൽസോ ഒന്നും സ്വയം പരീക്ഷിച്ച് മോശമാക്കരുത്. ഈ സ്കിൻ കെയർ റുട്ടീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആരോഗ്യപരമായ ചർമ്മം കിട്ടാനായിട്ടാണ്, അല്ലാതെ നമ്മുടെ ചർമ്മം വെളുപ്പിക്കാനല്ല. അതുകൊണ്ട് തന്നെ ഫെയർനെസ് തേടിയുള്ള ഈ നെട്ടോട്ടത്തിൽ നമ്മൾ നമ്മുടെ ചർമ്മത്തിനെ മോശമാക്കരുത്. ലവ് യുവർ സ്കിൻ ദ വേ ഇറ്റ് ഈസ്. നന്ദി, നമസ്കാരം.